അപ്പോൾ ഇത് തുടക്കം തന്നെ ഹണിമൂൺ പീരീഡിൽ തന്നെ ഇങ്ങനെ SFIയെ തെരുവിലിട്ട് SFI വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരെ തെരുവിലിട്ട് ആക്രമിക്കാനാണ് പരിപാടിയെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരില്ലേ ശ്രീ രമേശ്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ചെന്നിത്തലയും അതോടൊപ്പം തന്നെ ശ്രീ വി ഡി സതീശനൊക്കെ ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ പലതരത്തിലാണ്. ഒന്നീ സംഘർഷം ക്ഷണിച്ചു വരുത്തി തന്നെ പോലീസ് കാഴ്ചക്കാരായിക്കില്ല. പോലീസ് യഥാർത്ഥം ചെയ്തത് എന്താ? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അവിടെ നിന്ന് പ്രകടനം ആരംഭിക്കുമ്പോൾ 2 വിദ്യാർത്ഥി സംഘടനകളുടെ പ്രകടനം 2 സമയത്ത് ക്രമീകരിക്കാൻ പോലീസ് മുന്നൊരുക്കം നടത്തണ്ടേ? ഇല്ലെങ്കിൽ പോട്ടെ, 2 വഴിക്കാണ് പോകുന്നത് എന്നെങ്കിലും തോന്നണ്ടേ? ഒരു മിനിറ്റ്, PSA അവരോട് അവിടെ നിൽക്കാൻ പറ, അങ്ങോട്ട് പോരാ. അവിടെ നിന്നിട്ട് ഇല്ല എന്നോടൊന്നല്ല, SFIയുടെ ലീഡർഷിപ്പ്. ഞാൻ വൈകുന്നേരമാണ് ഇവിടെ വരുന്നത്. വൈകുന്നേരം വന്നിട്ട് പിന്നീട് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാനുണ്ട്, SFI മറ്റ് ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ അവിടെ നിന്ന് പ്രകടനം ആരംഭിക്കുമ്പോൾ ആഹ്ലാദ പ്രകടനമാണ്. ആദ്യം KSUവിൻ്റെ പ്രകടനം പുറപ്പെട്ടിങ്ങ് വരുന്നു. അപ്പോൾ പിന്നെ പോലീസ് തീരുമാനിക്കല്ലേ, SFIയുടെ പ്രകടനം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആരംഭിച്ചാൽ മതി എന്നൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? പോലീസ് അത് നടത്തുന്നില്ല. അപ്പോൾ പോലീസ് ഇനി SFIയുടെ പ്രകടനം ആരംഭിക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ നിൽക്കുക. അപ്പോൾ പ്രകടനം ഇന്ന് പോകുന്നു, ഞങ്ങളവിടെ നിൽക്കുന്നു. മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. ഞങ്ങളെല്ലാം പിരിഞ്ഞു പോകുന്നതിനൊരു മൂടായിരുന്നു. വളരെ സമാധാനപരമായിട്ടാണ് ഏറെക്കുറെ അവിടെ അവസാനിച്ച. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വിദ്യാർത്ഥികൾ തമ്മിൽ. പക്ഷേ പ്രകടനം പോലീസ് ഇതുപോലെ മുഖാമുഖം ഈ 2 പ്രകടനങ്ങൾ വിടുമെന്ന് നമ്മൾ കരുതിയോ? 2 പ്രകടനവും മുഖാമുഖം വിട്ടു. പാളയം മാർക്കറ്റിലെത്തിയപ്പോൾ മുഖാമുഖം എത്തിയപ്പോൾ ദൗർഭാഗ്യകരമായ ഇവിടെ സംഘർഷം ഉണ്ടായി. അപ്പോൾ ആ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാക്കിയതാരാ? പോലീസിൻ്റെ പ്ലാനിങ് അല്ലേ? പോലീസ് കരുതണ്ടേ ഈ 2 സമയം? ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്കറിയാലോ, സെക്രട്ടേറിയറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറപ്പെട്ട് KSUവിൻ്റെ പ്രകടനം സെക്രട്ടേറിയറ്റ് ചുറ്റി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഈ പ്രകടനത്തെ KSUവിനെ ഇതുവഴി ഈ സംസമിൻ്റെ മുമ്പിൽ കൂടെ ഡയറക്റ്റ് ചെയ്യാലോ. ഇവിടെ നിന്ന് നേരെ MLA ഹൗസിലേക്കാണ് തിരിച്ചവർ പോകുന്നത്. KSUക്കാരുടെ സങ്കേതമല്ല അവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് MLA ഹൗസിലേക്ക് ഇതുവഴി ഇങ്ങ് ഡയറക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ MLA ഹൗസിലേക്ക് KSU പോയനെ, SFIയുടെ പ്രകടനം അവിടെ നിന്ന് ഇതുവഴി വന്നനെ. ഇതിന് പകരം എന്ത് ചെയ്തു? പോലീസിൻ്റെ അനാസ്ഥ കാരണം പ്രകടനം 2 ഒരേ വഴിക്കെത്തിയപ്പോൾ അവിടെ വെച്ച് ദൗർഭാഗ്യകരമായ സംഘർഷം ഉണ്ടായി. അതല്ല ഇവിടെ പോകുന്ന അവിടേക്കല്ല, ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. ഇവിടെ നിന്നിട്ട് ഇവരുടെ ബൈക്കുകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ആ ബൈക്കുകൾ എടുക്കാൻ വേണ്ടി പോകണം. അത് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടാണുള്ള ക്രമീകരണം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സംഘർഷത്തിലേക്ക് പോകരുതെന്ന് കർശനമായി പറയുന്നത്. ഈ SFIക്ക് സംഘർഷം ഉണ്ടാക്കണമെന്ന് ഒരു താല്പര്യമില്ലെന്നേ. ഒരു 5-6 ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ.